നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർക്കിടകം പിറന്നു. രാമായണശീലുകളാൽ മുഖരിതമാവും ഇനിയുള്ള സന്ധ്യകൾ. പഞ്ഞ കർക്കിടകത്തിന്റെ ദുരിതമൊഴിക്കാൻ ആടിയും വേടനുമെത്തി. ഇന്ന് കർക്കിടക വാവുബലി. പുണ്യം തേടി 10,000 ബലിതർപ്പണം നടത്തി. വിപുലമായ പരിപാടികളുമായി ജില്ലയിലെ ക്ഷേത്രങ്ങൾ. തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് പുതിയ ടൂറിസം പദ്ധതികൾ. 21 രാജ്യങ്ങളിലെ 25 വ്ലോഗർമാരെ കേരളത്തിലെത്തിക്കും. പുത്തൻ ആശയവുമായി ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇന്ന് കർക്കിടകം 1. ഇനി രാമായണശീലുകളാൽ മുഖരിതമായ 30 നാളുകൾ. ഇന്നു മുതൽ ക്ഷേത്രങ്ങളിലും വീടുകളിലും എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണ കിളിപ്പാട്ട് 1 മാസക്കാലം പാരായണം ചെയ്യും. രാമായണശീലുകളുമായി കർക്കിടക മാസം പിറന്നു. പൊന്നിൻ ചിങ്ങത്തിനായുള്ള കാത്തിരിപ്പായ കർക്കിടകം വറുതിയുടെ കാലമെന്നാണ് പറയുന്നത്. തുടർച്ചയായി പെയ്യുന്ന മഴയും ആരോഗ്യ പ്രശ്നങ്ങളും കാർഷിക മേഖലയിലെ തിരിച്ചടിയും കർക്കിടകത്തെ ദുർഘടമാക്കും. അങ്ങനെയാണ് കർക്കിടകത്തെ പഞ്ഞമാസം, കള്ളക്കർക്കിടകം എന്നിങ്ങനെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളെ മറികടക്കാനാണ് പൂർവികർ രാമായണ പാരായണത്തിനുള്ള മാസമായി കർക്കിടകത്തെ മാറ്റിവെച്ചത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. സൂര്യൻ കർക്കടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കടക മാസം. സൂര്യകിരണങ്ങൾക്ക് ശക്തി കുറയുന്നത് കാരണമാണ് ഈ മാസത്തിൽ രോഗബാധ ഏറുന്നത്. ദക്ഷിണായന കാലം ആരംഭിക്കുന്നത് കർക്കടകത്തിലാണ്. ഉത്തരായനം ദേവന്മാർക്ക് പകലും ദക്ഷിണായനം ദേവന്മാർക്ക് രാത്രിയുമാണ്. രാത്രി തുടങ്ങുന്നതിലെ ആദ്യഘട്ടമാണ് കർക്കടകം ദേവസന്ധി എന്നും വിശേഷിപ്പിക്കാം. ഈ ദേവസന്ധികൾ രാമനാമങ്ങൾ ചൊല്ലുന്നത് നല്ല ഫലങ്ങൾ നേടിത്തരും. അടുത്ത 11 മാസം എങ്ങനെ ജീവിക്കണമെന്നതിന്റെ തയ്യാറെടുപ്പുകൾക്കായുള്ള മാസമാണ് കർക്കിടകം. ഈ മാസം മനുഷ്യ ശരീരത്തിൽ ദഹനപ്രക്രിയ കുറവായിരിക്കും. ആയതിനാൽ മത്സ്യമാംസാദികളും ദഹനപ്രക്രിയ നടക്കാത്ത ആഹാരങ്ങളും ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് ഉത്തമം. അതിനാലാണ് വ്രതാനുഷ്ഠാനങ്ങൾക്ക് ഈ മാസത്തിൽ പ്രാധാന്യം ഏറുന്നത്. കർക്കിടക കഞ്ഞി, കർക്കിടക കുളി, കർക്കിടക സുഖചികിത്സ തുടങ്ങിയവ വരാനിരിക്കുന്ന ഒരു വർഷത്തേക്കു വേണ്ടി ഊർജം ആവാഹിക്കാനുള്ള ദിനചര്യകളാണ്. താള്, തകര, മത്തൻ, കുമ്പളം, ചേന, പയറ്, ആനത്തൂവ, നെയ്യുണ്ണി എന്നീ പത്തിലക്കറികൾ കർക്കടകത്തിൽ കൂട്ടണമെന്നും പറയുന്നു. കർക്കടകത്തിലെ 30 നാളുകളിൽ പലവിധ പൂജകൾ വീടുകളിലും ക്ഷേത്രങ്ങളിലും നടത്താറുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഗണപതി ഹോമവും ഭഗവതി സേവയും. കർക്കടകത്തിന്റെ അവസാനം ചിങ്ങസംക്രമ ദിനത്തിൽ പഴയ തറവാടുകളിൽ ഐശ്വര്യദേവതയെ വരവേൽക്കാൻ വീടിന്റെ വാതിൽപ്പടികൾ കഴുകി വൃത്തിയാക്കി ഭസ്മക്കുറി വരച്ച് ചീവോതി പൂവിടും. പടിഞ്ഞാറ്റിയിൽ തൂക്കുവിളക്ക് കത്തിച്ച് ഓട്ടുകിണ്ടിയിൽ തെളിനീർ നിറച്ചുവെച്ച് തറയിൽ ചീവോതി പൂവിടും. ശീബോതിക്ക് വെക്കൽ എന്നാണ് ഈ ആചാരത്തിന് പറയുക. എല്ലാ ഹൈന്ദവ വീടുകളിൽ കർക്കടക നാളുകളിൽ രാമായണ പാരായണം നടത്തി വരാറുണ്ട്. ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാനായി മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമനെയും ഭരതനെയും പോലെയുള്ള മനുഷ്യരുടെ കഥയിലൂടെയും മഹത്തരമായ ധർമ്മ സംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് രാമായണം നൽകുന്നത്. ഇന്ന് കർക്കിടക വാവ്. ബലിതർപ്പണ പുണ്യം തേടി 10,000 തർപ്പണ സ്ഥലങ്ങളിലെത്തി. എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിലും വിപുലമായ ഒരുക്കങ്ങളാണ് ഏർപ്പെടുത്തിയത്. ശോഭകൃത് നാമ സംവത്സരേ ശുഭനക്ഷത്ര ശുഭയോഗ ശോസി കുശപ്രശോസി ബ്രഹ്മണ നിർമ്മിതാം പുരാപിണ്ഡസ്ഥാനേ. പിതൃപുണ്യം തേടി ബലിതർപ്പണത്തിന് ക്ഷേത്രങ്ങളിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങളായിരുന്നു. കർക്കടക മാസം തുടങ്ങുന്ന ഇന്ന് തന്നെയാണ് വാവുബലി ചടങ്ങുകളും ഉണ്ടായിരുന്നത്. കർക്കടക വാവ് ദിനത്തിലെ ബലിതർപ്പണത്തിന് കണ്ണൂർ ജില്ലയിലെ ക്ഷേത്രങ്ങളിലെല്ലാം വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയത്. എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിലും ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് സംഘാടകർ ഒരുക്കിയത്.
3 ശാന്തിമാരെയും 25 പരികർമ്മികളെയും ബലിതർപ്പണ ചടങ്ങുകൾക്കായി നിയോഗിച്ചു. രാവിലെ 6:30 മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങി. ഇതിനു പുറമെ തിലഹവനം, വിഷ്ണുപൂജ എന്നിവ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. ആദികടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ തോട്ടട കടപ്പുറത്ത് ബലിതർപ്പണം രാവിലെ 6:30 മുതൽ ആരംഭിച്ചു. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടന്നു. രാവിലെ 5 മണിക്ക് തന്നെ ബലിക്രിയകൾ തുടങ്ങി. തലായി കടൽ തീരത്ത് തിങ്കളാഴ്ച രാവിലെ 6 മുതൽ 11 വരെ പിതൃതർപ്പണം നടന്നു. തലായി ബാലഗോകുല സേവാ സംഘവും തൃക്കൈ ശിവക്ഷേത്ര സംരക്ഷണ സമിതിയുമാണ് പിതൃതർപ്പണ സൗകര്യം ഒരുക്കിയത്. തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഏർപ്പെടുത്തിയത്. പിണ്ടക്കുളത്തിൽ പുലർച്ചെ 4 മുതൽ പിതൃതർപ്പണം ആരംഭിച്ചു. പഞ്ഞക്കർക്കിടകത്തിന്റെ ആധിയും വ്യാധിയും അകറ്റാൻ ഉത്തരമലബാറിലെ നാട്ടിട വഴികളിലൂടെ ആടിയും വേടനും എത്തി തുടങ്ങി. ഈ കുട്ടിദൈവങ്ങൾ വീടുകളിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. ശിവപാർവതി സങ്കല്പമാണ് ആടിയും വേടനും. മണിക്കിലുക്കവും ചെണ്ടയുടെ ഒച്ചയും ദൂരെ നിന്ന് കേട്ടു തുടങ്ങിയാൽ പിന്നെ പൂമുഖത്ത് നിലവിളക്ക് കൊടുത്തി വിശ്വാസികൾ ആടിവേടനെ കാത്തിരിക്കും. ആടിവേടൻ എന്ന് ഒന്നിച്ചു പറയാറുണ്ടെങ്കിലും ആടിയും വേടനും വ്യത്യസ്തരാണ്. ആടിയെന്നു പറയുന്നത് പാർവതി ദേവിയും വേടനെന്നു പറയുന്നത് പരമശിവനുമാണ്. വനവാസകാലത്ത് തപസ്സനുഷ്ഠിച്ച അർജുനന്റെ തപസ്സിനെ പരീക്ഷിക്കാൻ ശിവൻ വേടനായും പാർവതീദേവി വേടത്തിയായും കാട്ടിലെത്തി. ഇതേ സമയത്താണ് മൂകൻ എന്ന അസുരൻ കാട്ടുപന്നിയുടെ രൂപത്തിൽ അർജുനനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. പരമശിവനും അർജുനനും ഒരേ സമയം അമ്പെയ്തു. ബാണമേറ്റ് കാട്ടുപന്നി വീഴുകയും മൂകൻ മരിച്ച് അസുര രൂപത്തിലാവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ശിവനും അർജുനനും അവകാശ തർക്കമാവുകയും പോരടിക്കുകയും ചെയ്തു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും വീരനായ അർജുനന് വേടനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. ഒടുവിൽ അർജുനൻ അവിടെയുണ്ടായിരുന്ന ശിവലിംഗത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശിവലിംഗത്തിൽ അർപ്പിക്കുന്ന പൂക്കൾ വേടന്റെ കാൽക്കൽ വീഴുകയും അർജുനന് തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ പരമശിവനാണെന്ന് മനസ്സിലാവുകയും അദ്ദേഹത്തോട് ക്ഷമയാചിക്കുകയും ചെയ്യുന്നു. അർജുനനിൽ സംപ്രീതനായ ഭഗവാൻ പാശുപതാസ്ത്രം നൽകി അർജുനനെ അനുഗ്രഹിക്കുന്നു. ഇങ്ങനെ അവതരിച്ച ശിവനും പാർവതിയുമാണ് ആടിയും വേടനുമായി ദുരിതമകറ്റാൻ എഴുന്നള്ളുന്നത്. 2 വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ടവരാണ് കോലം ധരിക്കുന്നത്. ആടിയായി വണ്ണാൻ സമുദായത്തിലെ കൊച്ചുകുട്ടികളും വേടനായി മലയ സമുദായത്തിലെ കൊച്ചുകുട്ടികളും കോലം ധരിക്കുന്നു. ഒറ്റ ചെണ്ട കൊട്ടി ഐതിഹ്യം പാടുമ്പോൾ ചെണ്ടയുടെ താളത്തിനൊത്ത് വേടൻ മുന്നോട്ടും പിന്നോട്ടും കാലാശം വയ്ക്കുകയും പിച്ചള കിണ്ണത്തിൽ കലക്കിയ കറുത്ത കുരിശി തെക്ക് ദിശയിലേക്ക് ഒഴിഞ്ഞു മറിക്കുകയും ചെയ്യുന്നു. കറുത്ത കുരിശി എന്ന് പറയുന്നത് വെള്ളത്തിൽ കരിക്കട്ട ചാലിക്കുന്നതും ചുവന്ന കുരിശി എന്ന് പറയുന്നത് മഞ്ഞളും നൂറും യോജിപ്പിച്ച് വെള്ളത്തിൽ ചാലിച്ചതുമാണ്. ഈ കുരിശി മറിക്കുന്നതോടുകൂടി വീടും പരിസരവും ചേട്ടയെ അകറ്റി പരിശുദ്ധമായി മാറുന്നു എന്നാണ് വടക്കന്റെ വിശ്വാസം. നിറപറയും നിലവിളക്കും കൂടാതെ അരി, ധാന്യങ്ങൾ, പച്ചക്കറി തുടങ്ങിയ സാധനങ്ങൾ ഉമ്മറത്ത് വെച്ചാണ് വീടുകളിൽ ആടിവേടന്മാരെ വരവേൽക്കുന്നത്. കാഞ്ഞിരോട് മണ്ഡപത്തിൽ രമേശ് ബാബുവിന്റെ നേതൃത്വത്തിൽ വേടൻ കെട്ടിയാടി. ചിറക്കൽ കടലായി തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ശ്രീരാഗ് ഉമേഷ് ചേലേരി കോലം കെട്ടിയാടി. രനീഷ് താവക്കരയുടെ വാദ്യമായിരുന്നു അകമ്പടിയായി ഉണ്ടായിരുന്നത്. ആദി ശിവൻ പാത്തും തവം കാണാൻ എഴുന്നള്ളുമ്പോൾ വേഷം പകർന്നു വേടരൂപമായി ചമഞ്ഞു മുന്നും നാദം തിരുമേനി അണച്ചു കൊഞ്ചില്ലത് വാട്ടി വളച്ചല്ലോ കണവില്ലേ ധരിത്താൻ വേടൻ 600 60 കണയുമായി 100 കണയും ചുറ്റും പുറം എല്ലാം അടിക്കുകയും തെളിക്കുകയുമായി നന്ദാർ വില്ലത്തെ വാവിച്ചറമുള്ളേ പൊളിച്ചും വെക്കാം. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർക്കിടകം പിറന്നു. രാമായണശീലുകളാൽ മുഖരിതമാവും ഇനിയുള്ള സന്ധ്യകൾ. പഞ്ഞക്കർക്കിടകത്തിന്റെ ദുരിതമൊഴിക്കാൻ ആടിയും വേടനുമെത്തി. ഇന്ന് കർക്കിടക വാവുബലി. പുണ്യം തേടി 10,000 ബലിതർപ്പണം നടത്തി. വിപുലമായ പരിപാടികളുമായി ജില്ലയിലെ ക്ഷേത്രങ്ങൾ. തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് പുതിയ ടൂറിസം പദ്ധതികൾ. 21 രാജ്യങ്ങളിലെ 25 വ്ലോഗർമാരെ കേരളത്തിലെത്തിക്കും. പുത്തൻ ആശയവുമായി ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്.
എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITD മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wayanad Village Resort. Touch your inner soul. Be at ease with yourself. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. കുന്നുംകൈ കലാഗ്രാമത്തിന്റെ 5ാമത് നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പ് ചിറക്കലിൽ നടന്നു. പ്രശസ്ത നാടകനടിയും ദേശീയ അവാർഡ് ജേതാവുമായ കണ്ണൂർ സരസ്വതി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ കുന്നുംകൈ എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ പണ്ട് അമേശ്വർ നാടകം 1-2 വർഷം കഴിഞ്ഞ ഉടനെ ഞാൻ വന്നത് കുന്നുംകൈ CJ കുന്നുംകൈൻ്റെ നാടകത്തിൽ അഭിനയിക്കാനാണ്. അന്ന് ഇതുപോലൊന്നും ആയിരുന്നില്ല കേട്ടോ. ഊട് വഴിയും പിന്നെ എന്താ പറയണ്ടേ, ശരിക്ക് പറയാന്ന് വെച്ചാല് ഇത് നല്ല മാറ്റം. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ വരുമ്പോൾ മാഷോട് ചോദിക്കാം, എല്ലാ മാഷും കുന്നുംകൈ കാണുന്നില്ലല്ലോ, കുന്നുംകൈ കുന്നല്ലല്ലോ. അപ്പം പറഞ്ഞ് ഇതെല്ലാം ഇങ്ങോട്ടാണ് പോണ്ടേ, സരിച്ച് ഇങ്ങോട്ട് പോണ്ടേ. അതൊന്നും മറക്കാൻ പറ്റില്ല. ഗ്രാമം എന്ന് പറഞ്ഞ നാടകം 3 വർഷം ഞാൻ CJ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഗ്രാമം എന്ന് പറഞ്ഞ നാടകം ലാസ്റ്റ് ചെയ്തത് അമേശ്വർ നാടകം. ചിറക്കൽ ഗ്രാമപഞ്ചായത്തിലെ കുന്നുംകൈ കലാഗ്രാമത്തിന്റെ 5ാമത് നാടകമായ മാർജാര സൂത്രത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പാണ് നടന്നത്. ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പുറം ലോകം കണ്ടിട്ടില്ല. നിങ്ങളുടെ അച്ഛനതൊന്നും ഇഷ്ടമില്ലായിരുന്നു. വേഷം വാങ്ങണം, മക്കളെ പഠിപ്പിക്കണം, അതിനപ്പുറം ഒന്നും ചിന്തിക്കാനുള്ള പാങ്ങില്ലായിരുന്നു നിങ്ങളുടെ അച്ഛനെ. ഓണം വന്നാൽ ഓണപ്പൊട്ടിനെ പോലെ ഒരു പരക്കമാച്ചിലുണ്ട്.
രാജീവൻ അധ്യക്ഷത വഹിച്ചു. ജീവൻ സാജു, ബാലമുരളി എന്നിവർ നാടക സ്ക്രിപ്റ്റ് പ്രകാശനം ചെയ്തു. ദയാനന്ദൻ, അനീഷ് കുമാർ, എ സോമൻ, പ്രമോദ്, ജലീൽ ചക്കാലക്കൽ, സായന്ത്, ശ്രീധരൻ, രമേശൻ, സുരേഷ് ചാലാട് എന്നിവർ സംസാരിച്ചു. സുജിത്ത് അഭിരാമി സ്വാഗതവും സത്യനാഥൻ നന്ദിയും പറഞ്ഞു. പുതിയ ടൂറിസം കേന്ദ്രങ്ങൾ കണ്ടെത്താൻ ത്രിതല പഞ്ചായത്തുകളുമായി ചേർന്ന് ടൂറിസം വകുപ്പ് പുതിയ പദ്ധതി നടപ്പിലാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒരു സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് മാത്രമല്ല 5,600 കോടി രൂപ ചെലവഴിച്ചു. 2021 വീണ്ടും ഇടതുപക്ഷ സർക്കാർ വന്നു. എല്ലാ രണ്ടാഴ്ചകളിലും ദേശീയപാത അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ സ്ട്രക്ചറുകളുടെ യോഗങ്ങൾ നടത്തി, വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ മുൻകൈയെടുത്ത് മറ്റു യോഗങ്ങൾ നടത്തി. അങ്ങനെ എല്ലാവരെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വഴി ദേശീയപാത 66 2025 കേരളത്തിൽ പൂർത്തീകരിക്കാനാകും എന്നുള്ള സന്തോഷ വിവരവും നിങ്ങൾ പ്രത്യേകം അറിയിക്കുകയാണ്. പുതിയ ടൂറിസം പദ്ധതിയുടെ 60% ടൂറിസം വകുപ്പും 40% ത്രിതല പഞ്ചായത്തുകളും വഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിയും. കേരളത്തിന്റെ ടൂറിസം കേന്ദ്രങ്ങളുടെ സൗന്ദര്യം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തരായ 21 രാജ്യങ്ങളിലെ 25 വ്ളോഗർമാരെ കേരളത്തിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒട്ടേറെ ടൂറിസം കേന്ദ്രങ്ങൾ ഇനിയും കേരളത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. കേരളത്തിലെ ഓരോ പ്രദേശത്തും ടൂറിസം വികസനത്തിന് അനന്ത സാധ്യതകളുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചെറുകുന്ന് താവത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ M. വിജിൽ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ വിശിഷ്ടാതിഥിയായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, വൈസ് പ്രസിഡന്റ് D. വിമല, മുൻ MLA C. കൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ M. ശ്രീധരൻ, T. നിഷ, P. ഗോവിന്ദൻ, ഷാരിഫ ടീച്ചർ, K. രതി, T. ബാലകൃഷ്ണൻ, K. രമേശൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ S. K. ആബിദ ടീച്ചർ, C. P. ഷിജു, K. താഹിറ, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർമാൻ A. V. രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. പത്മിനി, ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ K. അനിത, തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ T. J. അരുൺ, ഔഷധി ഡയറക്ടർ K. പത്മനാഭൻ, ജോയിന്റ് BDO M. K. P. ഷുക്കൂർ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ O. V. നാരായണൻ, T. ചന്ദ്രൻ, P. V. ബാബു, രാജേന്ദ്രൻ, B. മുഹമ്മദ് അഷറഫ് എന്നിവർ സംസാരിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന ഫണ്ട്, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് എന്നിവയിൽ നിന്നും 62 ലക്ഷം രൂപ വിനിയോഗിച്ച് പ്രീ ഹാബ് ടെക്നോളജിയിലാണ് ശീതീകരിച്ച കോൺഫറൻസ് ഹാൾ നിർമ്മിച്ചത്. സിൽക്ക് കൺസൾട്ടൻസിയായി കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് 3 മാസം കൊണ്ട് ഹാളിന്റെ പ്രവൃത്തി പൂർത്തിയാക്കി. പുരോഗമന കലാസാഹിത്യ സംഘം അഞ്ചരക്കണ്ടി മേഖലാ സമ്മേളനം വണ്ടിയാല ചെമ്പിലോട് UP സ്കൂളിൽ നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം ഉത്തരമേഖലാ സെക്രട്ടറി ജിനേഷ് കുമാർ എരമം ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക ഇടങ്ങളിലും സമരങ്ങൾ ഉണ്ടാകണമെന്ന് ജിനേഷ് കുമാർ എരമം പറഞ്ഞു. അഞ്ചരക്കണ്ടി മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച KS മിനി, സുധീർ പൂച്ചാലി, ഷൈജു AC എന്നിവർക്കും മൂന്നാം കണ്ണ് എന്ന ഹ്രസ്വചിത്രം തയ്യാറാക്കിയ സംവിധായകൻ പ്രജോദ്, അഭിനേതാക്കളായ ബൈജു വത്സരാജ്, മനോജ് കോറോത്ത്, സുമ ബാലകൃഷ്ണൻ, ബാലനടി നീലാംബരി, ജിജേഷ് മട്ടമ്മൽ എന്നിവരെ അനുമോദിച്ചു. VKS ഗായക സംഘത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. 10 ഏക്കർ മുതൽ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ കൈവശം വെച്ച രാജാക്കന്മാരുണ്ടായിരുന്നു അല്ലേ? പഴയ കാലത്ത് രാജാക്കന്മാർ വെച്ചുകൊണ്ടാണ് അന്നെങ്ങനെ ആൾ ജീവിച്ചിരുന്നത്. ഇതൊക്കെ ചരിത്ര വിരുദ്ധത എന്ന് പറയുന്നത്. അപ്പോ ഈ കേരളത്തിന്റെ നേട്ടത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും സമരങ്ങൾ നടക്കുന്ന കൂട്ടത്തിൽ സാംസ്കാരിക രംഗത്ത് സമരം നടക്കണം. അത് മനുഷ്യന്റെ മനസ്സ് മാറ്റാനുള്ള സമരമാണ്, മനുഷ്യന്റെ ബോധം മാറ്റാനുള്ള സമരമാണ്. ആ സമരം നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ടോ രാഷ്ട്രീയമായിട്ടോ എത്ര മുന്നേറിയിട്ട് കാര്യമില്ല, നമ്മൾ പഴഞ്ചൻ സ്ഥലത്തേക്ക് പോകും. സ്വാഗത സംഘം ചെയർമാൻ KP സജിത്ത് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് KR അശോകൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV ജിജിൽ പ്രവർത്തക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി MK മനോഹരൻ, പ്രമോദ് വെള്ളച്ചാൽ, K ഷീല, PK ബൈജു, C നാരായണൻ, സതീശൻ മോറാഴി, സുധീഷ് പൂച്ചാലി എന്നിവർ സംസാരിച്ചു. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നിരവധിയായ പ്രവാസികളുടെ യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഗ്ലോബൽ KMCC ജില്ലാ ഉന്നത അധികാര സമിതി യോഗം. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് KMCC സംഘടിപ്പിച്ച യോഗം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു.
താളം തെറ്റിയ വിമാന സർവീസും ഉയർന്ന യാത്രാ നിരക്കും കൊണ്ട് പ്രവാസി സമൂഹത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് യാത്രാ വിഷയത്തിൽ നിലനിൽക്കുന്നത്. രാജ്യത്തിന് പുറത്ത് വരുമാനം തേടിത്തരുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുടെ യാത്രാ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം കൊണ്ട് അധികൃതരുടെ കണ്ണു തുറപ്പിക്കുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അനിശ്ചിതാവസ്ഥ പരിഹരിക്കാൻ ഒന്നും ചെയ്യാത്ത അധികൃതരുടെ നിലപാട് അപഹാസ്യമാണെന്നും യോഗം വ്യക്തമാക്കി. ഗ്ലോബൽ KMCC ജില്ലാ പ്രസിഡന്റ് TP അബ്ബാസ് ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഉമ്മർ അരിബാബ്ര സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുല്ല, വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി തിരുവട്ടൂർ, റഹീസ് പെരുമ്പ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് നടന്ന സെമിനാറിൽ നിന്ന് ബോധപൂർവം വിട്ടുനിന്നുവെന്ന പ്രചാരം മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് LDF കൺവീനർ EP ജയരാജൻ. സെമിനാറിൽ പങ്കെടുക്കുന്നില്ലെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു EP. ആരൊക്കെ പങ്കെടുക്കണമെന്ന് സംഘാടക സമിതി നേരത്തെ തീരുമാനിച്ചതാണ്. തിരുവനന്തപുരത്തുള്ളപ്പോൾ മുഖ്യമന്ത്രിയെ കാണാറുണ്ട്. താൻ പാർട്ടിയിൽ സജീവമല്ല എന്ന അഭിപ്രായം മാധ്യമങ്ങൾക്ക് മാത്രം. DYFI പരിപാടി 2 മാസം മുമ്പ് നിശ്ചയിച്ചതാണെന്നും EP ജയരാജൻ പറഞ്ഞു. ഏക സിവിൽ കോഡ് ഇന്ത്യൻ രാഷ്ട്രീയ സ്ഥിതി DYFI അവർ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് ഡൊണേഷൻ അവരുടെ ഒരു പരിപാടിയാണ്. ആശുപത്രികളിൽ പൊതിച്ചോറ്, ഉച്ചക്കഞ്ഞി, ഭക്ഷണം ഇത് കൊടുക്കുക, അവയവദാന പദ്ധതികൾ തയ്യാറാക്കി ആളുകളെ സഹായിക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് DYFI രൂപം കൊടുത്തു. അതിൻ്റെ താക്കോൽ കൊടുക്കാൻ ആ കർമ്മം നിർവഹിക്കാൻ അവരെന്നെ എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പ് എന്നോട് പറഞ്ഞതാണ്. അതനുസരിച്ച് ഞാൻ ആ പരിപാടി പങ്കെടുക്കുക. പിന്നെ ഇവിടുത്തെ കോഴിക്കോട് പരിപാടി ഞാൻ നിർബന്ധമായി പങ്കെടുക്കേണ്ട പരിപാടിയല്ല. അത് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന പരിപാടിയാണ്. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. എനിക്ക് വിമർശിക്കുന്നവരോട് ഒരു വിരോധവുമില്ല. അവരോടെല്ലാം സ്നേഹവും ബഹുമാനവുമാണ്. ഞങ്ങൾ എത്ര സെക്രട്ടേറിയറ്റ് മെമ്പർമാരുടെ PB മെമ്പർമാരെല്ലാവരും പങ്കെടുത്തിട്ടുണ്ടോ? അവിടെ MA ബേബി കേരളത്തിലെ PB മെമ്പറല്ലേ? പങ്കെടുത്തിരുന്നോ? വിജയരാഘവൻ PB മെമ്പറല്ലേ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു LDFൻ്റെ പരിപാടിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അത് ഇന്നലെ കോഴിക്കോട് ആരംഭിച്ചു. ഇനി കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഞ്ചായത്തുകളിലും ഒക്കെ ജനങ്ങൾക്കിടയിലേക്ക് ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന ഫാസിസ്റ്റ് രീതികളിലേക്ക്, RSSൻ്റെ അജണ്ടയിലേക്ക് ഇന്ത്യയെ നയിക്കുന്ന നടപടിക്കെതിരായി എല്ലാ മതേതര ശക്തികളെയും ജനാധിപത്യ ശക്തികളെയും യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള സംരംഭത്തിൻ്റെ പ്രവർത്തന മേഖലയായി വരികയാണ്. നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കണ്ണൂരിൽ നടന്നു. NCP ജില്ലാ പ്രസിഡന്റ് K സുരേശൻ ഉദ്ഘാടനം ചെയ്തു. നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി M നിധിൻ ചുമതലയേറ്റു. മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി എത്രയും പെട്ടെന്ന് ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് നേതൃത്വം നൽകണമെന്ന് K സുരേശൻ ആവശ്യപ്പെട്ടു. NYC സംസ്ഥാന ജനറൽ സെക്രട്ടറി PC സനൂപ് അധ്യക്ഷത വഹിച്ചു. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി MP മുരളി മുഖ്യപ്രഭാഷണം നടത്തി. NCP സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ PC അശോകൻ, T കുഞ്ഞിക്കണ്ണൻ, ജില്ലാ ഭാരവാഹികളായ PT സുരേഷ് ബാബു, KK രഞ്ജിത്ത്, ബോബി വർഗീസ്, ജയദേവൻ PV തുടങ്ങിയവർ സംസാരിച്ചു. NYC ജില്ലാ പ്രസിഡന്റായി M നിതിൻ, വൈസ് പ്രസിഡന്റായി D നമിത, P ഷനിൽ, ട്രഷറർ ഷിജിൽ PP, ജനറൽ സെക്രട്ടറിമാരായ ഷംസീർ വറ്റിപ്രം, റജിന പ്രവീൺ, രജീഷ് RK, ഷീന ജോൺ, പ്രജീഷ് NK തുടങ്ങിയവർ ചുമതലയേറ്റു. ദുരിതമനുഭവിക്കുന്ന മണിപ്പൂർ ജനതയ്ക്ക് യോഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കണ്ണൂർ തളിപ്പറമ്പിൽ പനി ബാധിച്ച് 1.5 വയസ്സുകാരി മരിച്ചു. തളിപ്പറമ്പ് കുണ്ടാങ്കുഴി റോഡിലെ സിറാജ് ഫാത്തിമത്ത് ഷിഫ ദമ്പതികളുടെ മകൾ ഹയാ മെഹുഷാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 5500 രൂപ, പവന് 44,000 രൂപ, വെള്ളി ഗ്രാമിന് 81 രൂപ. അറിയിപ്പ്. ITI പ്രവേശനത്തിനുള്ള തീയതി നീട്ടി. സംസ്ഥാനത്തെ ഗവൺമെന്റ് ITIകളിലെ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷകൾ അയക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 20 വരെയും വെരിഫിക്കേഷൻ തീയതി ജൂലൈ 22 വരെയും നീട്ടി.
PSC ജൂൺ 29 നടത്താനിരുന്ന കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ അസിസ്റ്റന്റ് സയന്റിസ്റ്റ്, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തസ്തികകളിലേക്കുള്ള OMR പരീക്ഷ 19 രാവിലെ 7:15 മുതൽ 9:15 വരെ നടക്കും. 10ാം തരം തുല്യതാ പരീക്ഷ ജൂലൈ 25 വരെ പിഴയില്ലാതെയും 27 വരെ പിഴയോടുകൂടിയും ഫീസ് അടക്കാം. റെഗുലർ വിഭാഗത്തിന് 750 രൂപയാണ് ഫീസ്. ഷെനോയ്സ് എന്റർപ്രൈസസ് കണ്ണൂർ ശനിയാഴ്ച SMAM പദ്ധതി പ്രകാരം കർഷകർക്ക് കാർഷിക ഉപകരണങ്ങൾക്കുള്ള ഫ്രീ രജിസ്ട്രേഷൻ ക്യാമ്പ് ഷെനോയ്സ് എന്റർപ്രൈസസ് ഷോറൂമിൽ നടത്തപ്പെടുന്നു. രജിസ്ട്രേഷൻ ചെയ്യാൻ താൽപര്യമുള്ള കർഷകർ ആവശ്യമായ രേഖകൾ സഹിതം കാലത്ത് 10:30 മുതൽ നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുക. ആവശ്യമായ രേഖകൾ: ആധാർ കാർഡ്, നികുതി അടച്ച രസീത്, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, മൊബൈൽ നമ്പർ. കർഷകർ ഈ സംരംഭം പരമാവധി ഉപയോഗപ്പെടുത്തുക. പമ്പ് സെറ്റ് ഇലക്ട്രിക്, പമ്പ് സെറ്റ് പെട്രോൾ, ബ്രഷ് കട്ടർ, ഗാർഡൻ ട്രില്ലർ, കോക്കനട്ട് ക്ലൈംബർ, അർബാന, ലാഡർ, ചെയിൻസോ, ചാഫ് കട്ടർ, ട്രില്ലർ തുടങ്ങിയവ ഹോണ്ട മറ്റ് കമ്പനികളുടെയും കൂടാതെ കാർഷിക ഉപകരണങ്ങൾ വ്യക്തികൾക്ക് 40 മുതൽ 50% സബ്സിഡി ലഭ്യമാക്കുന്നു. പാൻ രജിസ്ട്രേഷനുള്ള രജിസ്ട്രേഡ് ഗ്രൂപ്പുകൾക്ക് 80% വരെ സബ്സിഡി ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9947259999 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർക്കിടകം പിറന്നു. രാമായണശീലുകളാൽ മുഖരിതമാവും ഇനിയുള്ള സന്ധ്യകൾ. പഞ്ഞ കർക്കിടകത്തിന്റെ ദുരിതമൊഴിക്കാൻ ആടിയും വേടനുമെത്തി. ഇന്ന് കർക്കിടക വാവുബലി. പുണ്യം തേടി 10,000 ബലിതർപ്പണം നടത്തി. വിപുലമായ പരിപാടികളുമായി ജില്ലയിലെ ക്ഷേത്രങ്ങൾ. തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് പുതിയ ടൂറിസം പദ്ധതികൾ. 21 രാജ്യങ്ങളിലെ 25 വ്ലോഗർമാരെ കേരളത്തിലെത്തിക്കും. പുത്തൻ ആശയവുമായി ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.